ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കാർഡ്ബോർഡ് വെച്ചിട്ടുള്ളൊരു ഫ്രെയിം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എടുത്തിട്ടൊന്ന് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റെഡ് കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഭാഗം മാത്രം ഈ റെഡ് കളർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് വൈറ്റ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഒരു ഭാഗം മാത്രമാണ് നമ്മൾ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചത്. ഇനി മറ്റേ സൈഡ് നമ്മൾ ഒട്ടിക്കുന്നത് ഇതുപോലെ ക്ലേ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിലുള്ള ഫോട്ടോയുടെ സൈസ് നോക്കിയിട്ട് ആ ഒരു സ്ഥലം മാത്രം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ക്ലേ ഒട്ടിച്ചിട്ടുള്ളത്. കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പെൻസിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുക്കണം. അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഡിസൈൻ ആയി കിട്ടുട്ടോ. ഇത് കംപ്ലീറ്റ് ഇനി റെഡ് കളർ പെയിൻറ് വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇനി ചെയ്യുന്നത് ഇതുപോലൊരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ള ഷീറ്റാട്ടത്. അതുപോലെ ഒരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഫോട്ടോ ഈ ഗ്ലാസ് ഷീറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഈ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് ഇതുപോലൊരു ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ 4 വശം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത് മാറ്റി വെച്ച് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെഡ് കളറിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറച്ച് ഗോൾഡൻ കളർ പെയിൻറ്റ് കൂടി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒരു അട്രാക്റ്റീവ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് ഇതുപോലൊരു റിബൺ കൂടി എടുക്കുന്നുണ്ട്. ഈ റിബൺ എടുത്തിട്ട് ഒരു ബൗ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബൗ ആണ്. അത് തന്നെ സെൻറ്ററിൽ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം ഇതുപോലെ 2 സൈഡും കൂടി കൂട്ടി പിടിച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് 2 കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്ത് ചെറുതായിട്ട് 2 സൈഡിലും 2 കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ ഫ്രെയിം ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞിട്ട് 5 വർഷമായിട്ടോ. അപ്പോൾ ഒരു സർപ്രൈസ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അറ്റത്തായിട്ട് കുറച്ച് പേൾസും കൂടി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ അതും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് കൂടി ഞാനൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഫൈനൽ റിസൾട്ട് നല്ല കിഡുമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.